ചാരു, നിന്റെ ബാലമാമൻ എന്തോ പറ്റിയെന്ന് കേട്ടല്ലോ. ഡീ, നിന്റെ അഭിനയമായിട്ട് എന്റെ അടുത്ത് വരണ്ട. ബാലമാമന് അപകടം ഉണ്ടായിന്ന് നീ സ്വപ്നം കണ്ടല്ലേ? അത്രയ്ക്ക് നല്ല മനസ്സുള്ളവളാണോ നീ? നിനക്ക് മാത്രമേ നല്ല മനസ്സുള്ളൂ എന്ന് വിചാരിച്ച് നടക്കുകയാണോ നീ? നിനക്ക് മാത്രമേ സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റൂ, എനിക്കൊന്നും പറ്റില്ലേ? നീ തന്നെ ആളെ വിട്ട് ചെയ്യിപ്പിച്ചിട്ട് സ്വപ്നം കണ്ടെന്നൊക്കെ പറഞ്ഞ് ഡ്രാമ കളിക്കുന്നോടി. എനിക്ക് അങ്ങനെ ഒരു ഡ്രാമ കളിക്കേണ്ട ആവശ്യമില്ല ചാരു. ആളെ വിട്ട് മാഷ് തള്ളിക്കാൻ അയാൾ ആരാ? കാശും കൊണ്ട് പോകുമ്പോ അത് മനസ്സിലാക്കി കള്ളന്മാര് പിടിച്ചു പറിക്കും. അത് കൊണ്ടുപോകും. അതിന് എന്നെ പറഞ്ഞിട്ടെന്താ? അതെനിക്കറിയാം ശ്രേയ. പക്ഷെ ഗോവിന്ദമാമൻ കാര്യം എന്നോട് ആദ്യം പറഞ്ഞിരുന്നെങ്കില് നിന്നെ ഞാൻ സംശയിക്കില്ലായിരുന്നു. ബാലമാമൻ അപകടം ഉണ്ടായിന്ന് പറഞ്ഞ് അരവിന്ദേട്ടനെ വിശ്വസിപ്പിച്ചില്ലേ? അപ്പോഴാ എനിക്ക് സംശയം വന്നത്. ബാലമാമനോട് നിനക്ക് മാത്രമേ സ്നേഹം ഉണ്ടാവാൻ പാടുള്ളൂ, ഞങ്ങൾക്കാർക്കും പാടില്ലേ? ബാലമാമനോടുള്ള നിന്റെ സ്നേഹം എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. വീട്ടിലിരിക്കുന്ന ബാലമാമനോട് നീ കാണിച്ച സ്നേഹം പോലെ നിന്റെ വീട്ടിലിരിക്കുന്ന മമ്മിയോട് എനിക്ക് സ്നേഹം വന്നാലുണ്ടല്ലോ, ഞാൻ കാണുന്ന സ്വപ്നം നീ കണ്ടതിലും ഭീകരമായിരിക്കും. പിന്നെ സംഭവിക്കുന്നത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഭീഷണിയാണോടി? അല്ല, ഭീഷണിയൊന്നും എന്റെ രീതിയല്ല ശ്രേയ. ഞാൻ ചെയ്യും, എന്നിട്ടേ പറയും.